പല ആണുങ്ങളും പല പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകും, പക്ഷെ സ്വന്തം ഭാര്യയുടെ അടുത്ത് പോവില്ല, കിടക്കില്ല, അവരോട് സെക്സ് ചെയ്യില്ല. അവർക്ക് അറപ്പാണ്. അത് എന്തിനാ? അപ്പോൾ ചില പെണ്ണുങ്ങൾ ഭർത്താവിനെയും കുട്ടികളെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിക്കണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. എല്ലാം ഉണ്ടായിട്ട് പോകുന്നത് തെറ്റ്, പക്ഷെങ്കിൽ ഇതൊക്കെ സഹിച്ചിരിക്കുന്ന ഭാര്യമാർ ഒരുപാടുണ്ട് നമ്മുടെ ഇടയിൽ. ഞാൻ പലർക്കും വേണ്ടിയിട്ടായി പറയുന്നു, പലരുടെയും സങ്കടങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നിറത്തിൻ്റെ പേരിൽ എന്നെ കളിയാക്കിയിട്ടുള്ളവരുണ്ട്. നീ കറുത്തിട്ടല്ലേന്ന്. അതായത് മീൻസ് എനിക്ക് പ്രപ്പോസൽ വരുന്ന സമയത്ത് ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അവൻ്റെ ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞു അവൾ കറുത്തിട്ടല്ലേ എന്ന്. മനസ്സിലായോ? ആൾ ഭയങ്കര ഫെയറാണ്, പക്ഷെ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഉള്ളിൽ എത്ര അത് വേദനിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കറുത്തിട്ടാണെങ്കിലും എനിക്ക് എൻ്റേതായ ഭംഗി എനിക്കുണ്ട് ഇല്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ചത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി വെറും മണ്ണിൻ്റെ അടിയിൽ കിടന്ന് അഴുകേണ്ടതാണ്, അല്ലെങ്കിൽ കത്തിച്ചാമ്പലാവേണ്ടതാണ്. അത് ഓർക്കുക. അതുകൊണ്ട് കിട്ടത്തും പാർട്ട്ണറെ സ്നേഹിക്കുക, ഹാപ്പിയായിട്ട് കൊണ്ടുപോവുക. നമുക്ക് പലരോടും ആകർഷണം തോന്നിയിരിക്കാം, മനുഷ്യരാണ്, സ്വാഭാവികം. ഭാര്യേനെയായാലും ഭർത്താവിനെയായാലും സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകർഷണം തോന്നുമ്പോൾ അത് നമ്മൾ സ്വയം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക. പിന്നെ പലർക്കും പല ഇഷ്ടങ്ങളാണ്, അതിൽ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എല്ലാവരുടെയും ഇമോഷൻസ് കേൾക്കുമ്പോൾ ഞാൻ കരയൂട്ടാ. ഒരു മരണ വീട്ടിൽ പോലും ഞാൻ പോയില്ല. ഞാൻ അവിടെ ചെന്നാൽ ഞാൻ അലറി കരയും. എൻ്റെ ഒരു കുഞ്ഞിയുണ്ട്, ഫ്രണ്ടാണ്, ചെറിയ കുഞ്ഞ്. ആളുടെ ഫാദർ മരിച്ചിട്ട് ഞാൻ അവിടെ കാണാൻ പോയി. മരണമെല്ലാം കഴിഞ്ഞു, ഏതാണ്ട് വൈകുന്നേരമായി. ഞാനവിടെ ചെന്ന് എനിക്കറിയാം ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ സീനാക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ചെന്ന പാടെല്ലാവരെയും കരഞ്ഞു. ആ ഒരു സീനാക്കി ഞാനവിടെ. അത്ര നേരം കരയാത്ത കുഞ്ഞു വരെ നിലവിളിച്ച് കരഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര ബോൾഡാണ്. പക്ഷേങ്കിൽ അതിനേക്കാൾ ആ ബോൾഡിൻ്റെ അപ്പുറം ഞാൻ ഭയങ്കര സെൻസിറ്റീവുമാണ്. ആരുടെയും ദുഃഖങ്ങൾ കാണാൻ എനിക്ക് പറ്റില്ല. ഞാൻ പലയിടത്തും പോയി പലരെയും പ്രതികരിക്കാറുണ്ട്. എനിക്കറിയാവുന്നവരുടെ ഒക്കെ ഞാൻ അവരെയൊക്കെ പോയിട്ട് ജോയിൻ ചെയ്യാറുണ്ട്, ലവേഴ്സ് ആയാലും കപ്പിൾസ് ആയാലും. പക്ഷേങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളുടെ ഇടയിലേക്ക് ആരും ഉണ്ടാവാറില്ല, അതാണ് സത്യം. പക്ഷേങ്കിൽ എനിക്കെപ്പോഴും ദൈവം കൂട്ടിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ഇത്രയും സ്നേഹിക്കുന്നത്. ഓൾവേസ് ഗോഡ് വിത്ത് മീ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് അവിടെ പോയപ്പോഴും ആലുവയിൽ പോയപ്പോഴും ഞാൻ ഇരുന്നത് ജീസസിൻ്റെ തൊട്ട് താഴെ. അപ്പോൾ ഒരാൾക്ക് അവൻ നീയെക്കുറിച്ച്, അത് സത്യമാണ്, എല്ലാവർക്കും ഞാനെക്കുറിച്ചാണ്. എനിക്കറിയാം ഞാൻ കുരിശാണെന്നറിയാം. തമാശയല്ല, നിനക്ക് എനിക്കുണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞത്. ആർക്കും ആരും കുരിശൊന്നുമല്ല.